സജിമോൻ, ദുരന്തം പല രീതിയിലാണ് വരിക. അതിൽ ജീവിതത്തിൻ്റെ രൂപത്തിൽ, പ്രകൃതിക്ഷോഭത്തിൻ്റെ രൂപത്തിലൊക്കെ വരുന്നു. പലതും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ പുനരധിവാസത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ഇനിയും കേന്ദ്ര സർക്കാർ പണം നൽകാതിരിക്കുന്നു. ഇന്ന് അതിൻ്റെ പേരിൽ LDF പ്രതിഷേധം നടത്തി. ഇന്നലെ UDFിലെ MP മാർ വളരെ ശക്തമായ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചു. അമിത്ഷായെ പോയി കണ്ടു. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പണം കൂടി കിട്ടാതെ പൂർണ്ണമായ ഒരു രീതിയിലുള്ള പുനരധിവാസം സാധ്യമാകില്ല. ഈ ഘട്ടത്തിൽ സജിമോൻ എന്താണ് പറയാനുള്ളത്? പ്രധാനമന്ത്രി ചൂരൽമലയിൽ വന്ന് മറ്റ് ആരും തന്നെ പോകാത്ത ദുരന്ത മേഖലകളിലേക്ക് പോയി ഞങ്ങളെ ആശ്വസിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഈ ദുരന്തബാധിതരെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പണം അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് കേവലം രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കണം. പക്ഷേ ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. 4 മാസവും 6 ദിവസവുമായി ഇതുവരെ. ഇപ്പോൾ പണം നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ പോലും ഇപ്പോൾ നമുക്കറിയാം നവംബർ 15-നകം EPC ടെൻഡർ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഡിസംബർ 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഈ EPC ടെൻഡർ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ പോലും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകണ്ടേ? സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന ഈ പുനരധിവാസത്തിൽ വാചാടോപം മാത്രമല്ല, അതിനപ്പുറത്തേക്കൊന്നും നടന്നിട്ടില്ല. പണം വരികയോ അതിനു മുമ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ നോക്കൂ, ഞങ്ങളെ എല്ലാം പോയ ആളുകളാണ് ആ നാട്ടിലുള്ള ആളുകൾ, എല്ലാം പോയി. അവർക്കിനി ഒരു തിരിച്ചടവ് സാധ്യമാകാത്ത വിധം അവരെ ലോണുകളും വായ്പകളും ബുദ്ധിമുട്ടിക്കുന്നു. ലോൺ എഴുതി തള്ളേണ്ട കാര്യത്തിൽ ആരാണ് നടപടിയെടുക്കേണ്ടത്? അതിപ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും പൊതുമേഖല ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെയും ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറെ വരെ ഞങ്ങൾ ചെന്ന് കണ്ടിരുന്നു. ഈ ലോൺ അടയ്ക്കുന്നതായിട്ട് ഞങ്ങൾ എഴുതി തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ സാങ്കേതിക കാരണം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതി റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി ഒരു മേള നടത്തി അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ. ആദ്യം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ 47 പേര് എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല. അതിലൊരു സങ്കടകരമായിട്ടുള്ള പൊതുസമൂഹം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ 47 പേരുടെ ബന്ധുക്കൾ, അതിൽ ചില ആളുകളുടെ ഇത് DNA തിരിച്ചറിയാത്തതുകൊണ്ട് അവർ DNA സാമ്പിളുകൾ പരിശോധിച്ചതിന് പ്രകാരം ഇന്ന ആളാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ മരണപ്പെട്ട ആളുകൾക്ക് ഒറ്റപ്പെട്ട 21ഓളം പേര് ഒറ്റപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. അതിൽ 1-2 പേര് അവർക്ക് ധനസഹായമൊന്നും കിട്ടുന്നില്ല. മരിച്ചവർക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം, മുഖ്യമന്ത്രിയുടെ CMDRF 2 ലക്ഷം, SDRF 4 ലക്ഷം വെച്ച് 8 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ആ ധനസഹായം കിട്ടാൻ കാരണം മരണപ്പെട്ട ആളുകൾ അവരുടെ അവകാശികളായിരിക്കും. ആ അവകാശം തെളിയിക്കണമെങ്കിൽ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെയും കിട്ടുന്നില്ല. അങ്ങനെ ധനസഹായം പോലും ലഭിക്കാത്ത ഒത്തിരി കേസുകൾ. അമ്മയുടെ മരണം, മരിച്ചോ ഇല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അറിയാത്ത മക്കൾ, ജ്യേഷ്ഠനെ തിരഞ്ഞു നടക്കുന്നത് ഇപ്പോഴും ഉണ്ട്. സ്വന്തം മക്കൾ മണ്ണിനടിയിലായിട്ട് അവരെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത മനുഷ്യർ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളെ മുന്നിലുണ്ട്. അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.